ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. പാലക്കാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലംകോട് നിന്ന് 6 കിലോമീറ്റർ, പാലക്കാട് സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ വീടില്ലാത്തവർ ഇവിടെ വീടിന്റെ ചെറിയ മിനിയേച്ചറുകളും, കുട്ടികളില്ലാത്തവർ ചെറിയ തൊട്ടിലിന്റെ മിനിയേച്ചറുകളും ഒക്കെ ഇവിടുത്തെ വിവിധമായിട്ടുള്ള ആലുകളിൽ കൊണ്ട് കെട്ടി തൂക്കാറുണ്ട്. കുട്ടികളുണ്ടാകും, വീട് വെക്കാൻ പെട്ടെന്ന് സാധിക്കും എന്നൊക്കെയാണ് വിശ്വാസം. ഇവിടെ കുറേ ആൽമരങ്ങളുണ്ട്. ഈ ആൽമരങ്ങളെല്ലാം ഒന്നൊന്നിനെ കണക്ട് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും. എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല, പക്ഷേ ഓരോ ആലിന്റെ ശേഖരവും മറ്റൊരു ആലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ, വേറൊരു ശേഖരം തന്നെ വളർന്നു വന്നേക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. ഏതാണ്ട് 2 ഏക്കറോളം ഈ ആലുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആലും പുഴയും പ്രകൃതിയും എല്ലാം കൂടെ ഇണങ്ങി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രധാന ആചാരമാണ് വളകാപ്പ്. അത്തരത്തിലുള്ള വളകാപ്പ് ചടങ്ങുകളുടെ മുൻപായി അവരിവിടെ വന്ന് വളയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പൊതുവേ നമ്മൾ കേരളത്തിൽ പിന്തുടർന്ന് വരുന്ന ഒരു ശൈലി ഉണ്ടല്ലോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്. ഇത് തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തമിഴ് വിശ്വാസികൾ ഏറെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കോഴിയോ ആടിനെയോ ഒക്കെ കുരുതി കൊടുക്കും. തൊട്ടടുത്ത സ്ഥലത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിക്ക് നേരെ തൊഴുത് അനുഗ്രഹം വാങ്ങുന്നതാണ് രീതി. മലയാള സിനിമകളായ കളിയാട്ടം, കുഞ്ഞിരാമായണം കൂടാതെ പുറത്തിറങ്ങാനിരിക്കുന്ന നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചാണ് കേട്ടോ. ഇതൊരു മെയിൻ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. മെയിനായിട്ട് കറുപ്പസ്വാമിനെ പ്രാർത്ഥിക്കുന്നത്, ഇവിടെ വഴിപാട് കൊടുക്കുന്നതും എല്ലാം നല്ല ആരോഗ്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വെളുപ്പിന് ഇവിടെ വന്നതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാനോ പല്ല് തേക്കാനൊന്നും പറ്റിയില്ല. വന്നത് തന്നെ ഇങ്ങോട്ടാണ് നേരിട്ട്. അതുകൊണ്ട് തന്നെ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ കൂടുതലുള്ളവൻ ചോദിക്കും, നീ കുളിച്ചോടാ, നീ പല്ല് തേച്ചോടാന്നൊക്കെ ഒച്ച ചോദിക്കും. അവിടെയുള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അത് മാത്രമാണോ, തടി കേടാകുമല്ലേ? അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവിടെ ഒരു സിനിമാറ്റിക് വ്യൂ ആണ് കേട്ടോ. മൊത്തത്തിൽ ആ സീനറിയും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തൊട്ട് നല്ല തണലും നല്ല തണുപ്പൊക്കെയാണ്. ഇവിടുത്തെ മരങ്ങളും ആലൊക്കെ ഇങ്ങനെ തിങ്ങി ഇടതോർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. ഒരു 15-20 എണ്ണമെങ്കിലും ഞാൻ എണ്ണി. ഈ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നിടത്ത് അവിടെ ഇവിടെ ആയിട്ട് നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, കുറേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇത് നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നമ്മൾ ഈ വേസ്റ്റും മറ്റ് മാംസങ്ങളും ഒക്കെ ഇടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് തെരുവുനായകൾ പെരുകുന്നതും കുട്ടികളെയൊക്കെ കടിക്കുന്നതും കാര്യങ്ങളും എല്ലാം. എന്തായാലും പാലക്കാട് കൂടി പോകുന്നവർക്ക് വന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ 2 നല്ല വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. സീതാർകുണ്ടും അതുപോലെ പാലക്കാപ്പാണ്ടിയും. എന്തായാലും ഇങ്ങനെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും നേരത്തെ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ സ്പോട്ടൊന്നും മിസ്സാക്കാതെ കണ്ടുപോവാ.